നമ്മൾ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ ആരും കാണില്ലെന്നും അറിയില്ലെന്നും കരുതും. അങ്ങനെ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ കൊലപാതകവും ക്രൂരകൃത്യങ്ങളും ചെയ്യുന്ന കൊടും കുറ്റവാളികളുണ്ട്. എന്നാൽ ഏതൊരു കേസ് പരിശോധിച്ചാലും അവിടെ ദൈവത്തിൻ്റെ കയ്യൊപ്പായി ഒരു തെളിവെങ്കിലും അവശേഷിക്കും. തിരുവനന്തപുരം കാട്ടാക്കടയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖറിനെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വഴിത്തിരിവായത് ഒരു CCTV ദൃശ്യമാണ്. പ്രതി പ്രിയരഞ്ജന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതിൽ ആ ദൃശ്യങ്ങളാണ് നിർണായകമായത്. ഇതോടൊപ്പം കാസർഗോഡ് 10 വയസ്സുകാരനെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ പ്രതിക്ക് കോടതി 107 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ആ കേസുകളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തണമെങ്കിൽ അയാൾ എത്ര ക്രൂരനായിരിക്കും. സ്വന്തം മകൻ്റെ പ്രായമുള്ള കുട്ടിയെയാണ് ചെറിയൊരു വൈരാഗ്യത്തിൻ്റെ പേരിൽ തിരുവനന്തപുരം കാട്ടാക്കടയിലെ പ്രിയരഞ്ജൻ കൊലപ്പെടുത്തിയത്. ആ ക്രൂരതയ്ക്ക് കോടതി കൊടുത്ത ശിക്ഷ ജീവപര്യന്തം തടവാണ്. ആദിശേഖർ എന്ന 15-കാരനെ കൊന്ന കേസിൽ പ്രതി 10 ലക്ഷം രൂപ പിഴയുമെടുക്കണമെന്ന് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. ക്ഷേത്രമതിലിൽ പ്രതി മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിൻ്റെ പ്രതികാരമായിരുന്നു കൊലപാതകം. വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് ആദിശേഖറിൻ്റെ കുടുംബം പ്രതികരിച്ചു. പൂവച്ചൽ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തിരുന്നു. ഇതിനുള്ള വൈരാഗ്യത്തിൽ 2023 ഓഗസ്റ്റ് 30-ന് ആദിശേഖറിനെ സുഹൃത്തുക്കൾക്ക് മുൻപിൽ വെച്ചാണ് പ്രിയരഞ്ജൻ കാറിടിപ്പിച്ചത്. ക്ഷേത്രത്തിന് സമീപത്തെ റോഡിൽ കാറുമായി കാത്തുനിന്നായിരുന്നു കൊലപാതകം. സൈക്കിളിൽ കയറാൻ ആദിശേഖർ ശ്രമിക്കുന്നതിനിടെ കാറിലെത്തി ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ ഓടിച്ചു പോയി. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനാണ് ആദ്യം കേസെടുത്തത്. കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ മൊഴിയും CCTV ദൃശ്യങ്ങളുമാണ് ആസൂത്രിത കൊലപാതകമാണെന്ന് തിരിച്ചറിയാൻ കാരണമായത്. ഒരു ചെറിയ കുട്ടി, 14 വയസ്സായ ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരു ദുർബലനായ ഒരു കുട്ടിയോട് ഇത്രയും പക മനസ്സിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏപ്രിൽ 19-ാം തീയതി ഇയാൾ കുട്ടി മൂത്രമൊഴിച്ചത് കുട്ടി ചോദ്യം ചെയ്തപ്പോൾ അന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ഓടിച്ചു. കുട്ടി അന്ന് അവരെന്നോട് പറഞ്ഞു, ഞാൻ ആ വിഷയം കളയുകയാണ് ചെയ്തത്. കുട്ടിയോട് അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല, കാരണം മുതിർന്ന ആൾക്കാരാണ്, അങ്ങനെ പെരുമാറരുത് എന്ന് പറഞ്ഞ് ഞാൻ കുട്ടിയെ ഉപദേശിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം മെയ് മാസം ആയപ്പോൾ ഒരു ഞായറാഴ്ച കുട്ടിയുടെ കൈ പിടിച്ച് പ്രതി തിരിക്കുകയുണ്ടായി. അന്ന് എൻ്റെ ഒരു കുഞ്ഞമ്മ ഇത് കണ്ടു. അപ്പോൾ കുഞ്ഞമ്മ കണ്ടപ്പോൾ കുട്ടിയെ കൈവിട്ടിട്ട് പോയി. അതിനും വീണ്ടും 3 മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് 30-ാം തീയതിയാണ് പ്രതി കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നിടം കണ്ട് അരമണിക്കൂറോളം കാറ് ഒളിപ്പിച്ചിട്ട് കുട്ടികൾ റോഡിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇടിച്ച് കൊലപ്പെടുത്തി. അപകട മരണമെന്ന് കരുതുമായിരുന്ന കേസിൽ ഏറെ നിർണായകമായത് CCTV ദൃശ്യങ്ങളായിരുന്നു. ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ ആസൂത്രിതമായ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൃശ്യങ്ങളായി അത് മാറി. CCTV ദൃശ്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 പ്രതി രക്ഷാപ്രവർത്തനം തടസ്സമായിട്ട് ആ പ്രതിയുടെ കാറ് റോഡിലിട്ടിരുന്നു. പലരും ആവശ്യപ്പെട്ടിട്ടും ആ കാറ് മാറ്റാൻ തയ്യാറായില്ല. 3 പ്രതി ആ കാറിൽ തന്നെ ആശുപത്രിയിൽ വന്ന് കുട്ടി മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം ആ കാറ് കുണ്ടമൺകടവിൽ ഉപേക്ഷിച്ചിട്ട് പ്രതി തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. 13-ാമത്തെ ദിവസമാണ് യഥാർത്ഥത്തിൽ പ്രതിയെ പോലീസ് കണ്ടെത്തുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. പ്രതിയിൽ തൃപ്തനാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായൊരു തൃപ്തിയില്ല, എങ്കിലും സമൂഹത്തിനൊരു സന്ദേശം എന്ന നിലയിൽ ഈ വിധിയിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം. പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി K. വിഷ്ണു ശിക്ഷ വിധിച്ചത്. പിഴത്തുക ആദിശേഖറിന്റെ മാതാപിതാക്കൾക്ക് നൽകണം. സംഭവം നടക്കുമ്പോൾ ആദിശേഖറിന്റെ ഒപ്പമുണ്ടായിരുന്ന നീരജ്, അച്ചു, അഭിജയ് എന്നിവരെയും കേസിൽ വിസ്തരിച്ചു. മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച കേസിൽ കുട്ടികളുടെ മൊഴികളും നിർണായകമായി. CCTV ദൃശ്യമാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായ തെളിവായത്. CCTV ദൃശ്യം കിട്ടിയത് കൊണ്ടാണ് ഇത് ആ പ്രതി 27 മിനിറ്റ് കാത്തുനിന്ന് ഒരു കാരണവും കൂടാതെ അവിടെ കാത്തുനിന്ന ശേഷം കുട്ടിയെ കയറ്റിയിറക്കി ഇടിച്ചു കൊന്ന് വാഹനം കയറ്റി ഇറക്കൊണ്ടുപോയതായിട്ട് CCTV ദൃശ്യത്തിലാണ് തെളിഞ്ഞത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും അത് കിട്ടി. കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത് ആക്ച്വലി അതൊരു കോടതിക്ക് തന്നെ നേരിട്ട് കാണുമ്പോൾ ഈ ദൃശ്യം കണ്ടു എന്ന്. കാരണം കോടതിയിൽ ഇത് ഈ CCTV ദൃശ്യം പ്രദർശിപ്പിച്ച് അത് തെളിവെടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് കോടതിക്ക് ആർഗ്യുമെന്റിന്റെ സമയത്ത്
എൻ്റെയും അതുപോലെ പ്രതിഭാഗത്തിൻ്റെയും വാദം നടക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു എന്ത് ആർഗ്യൂ ചെയ്താലും നേരിട്ട് കോടതി കാണുന്നത് പോലെ ദൃശ്യങ്ങൾ മുമ്പിലുണ്ടല്ലോ എന്ന ഒരു പരാമർശവും കോടതിയിൽ നിന്നുണ്ടായിരുന്നു. ഈ വിധി സമൂഹത്തിന് നൽകുന്ന ശക്തമായ താക്കീതാണെന്ന് വിശ്വസിക്കുന്നുവെന്ന് ആദിശേഖരന്റെ അച്ഛൻ അരുൺകുമാർ പറഞ്ഞു. കാട്ടാക്കട SHO ശിവകുമാറാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. സംഭവത്തിന് ശേഷം 2ാം ദിവസം വിദേശത്തു നിന്ന് നാട്ടിലെത്തിയ ഭാര്യയ്ക്കൊപ്പം പ്രിയരഞ്ജൻ ഒളിവിൽ പോയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം കന്യാകുമാരി കുഴിത്തുറിൽ നിന്നാണ് പ്രിയരഞ്ജനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ലഹരിക്കടിമയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. നിസ്സാര കാരണത്താൽ ഉടലെടുത്ത പകമൂലം 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ ജീവനെടുത്ത പ്രതിക്ക് കടുത്ത ശിക്ഷ ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും. ന്യൂസ് 18 തിരുവനന്തപുരം. ചെറിയ പ്രായത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുന്ന കുട്ടികളുടെ ഭാവി ജീവിതം ചിലപ്പോൾ ഇരുട്ടിലാകാറുണ്ട്. എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം തകർത്തവരെ അങ്ങനെ വെളിച്ചം കാണാൻ അനുവദിക്കാമോ? കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്കുള്ള താക്കീതാണ് കാസർകോട്ടെ ഒരു പോക്സോ കേസ് വിധി. 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് 107 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി കാസർഗോഡ് പെരിയടുക്കയിലെ ജഗന്നാഥൻ എന്ന ജഗൻ 4 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവിലുണ്ട്. പത്ത് വയസ്സുള്ള ആൺകുട്ടിയെ ഇടവഴിയിൽ വെച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിലാണ് കടുത്ത ശിക്ഷ. കാസർഗോഡ് പെരിയടുക്കയിലെ ജഗന്നാഥൻ എന്ന ജഗനെയാണ് 107 വർഷം കഠിന തടവിനും 4.5 ലക്ഷം രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 18 മാസം അധിക തടവ് അനുഭവിക്കണം. വിവിധ വകുപ്പുകൾ പ്രകാരം കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനുവാണ് ശിക്ഷ വിധിച്ചത്. ആഗസ്റ്റ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൂലിപ്പണിക്കാരനായ പ്രതി 10 വയസ്സുകാരനെ വിവിധ ദിവസങ്ങളിലായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. കാസർഗോഡ് ടൗൺ സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന P രാജേഷാണ് കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK പ്രിയ ഹാജരായി. ന്യൂസ് 18 കാസർഗോഡ്. മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയിലെത്തുന്നവർ നാട്ടിൽ മാത്രമല്ല പോലീസ് സ്റ്റേഷനിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. കാസർഗോഡ് നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ ലോറി ഡ്രൈവറാണ് പരാക്രമം കാട്ടിയത്. മദ്യലഹരിയിലെത്തിയ ലോറി ഡ്രൈവർ സന്തോഷിൻ്റെ ആക്രമണത്തിൽ SIക്കും പോലീസുകാരനും പരിക്കേറ്റു. നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ SI അരുൺമോഹൻ, സിവിൽ പോലീസ് ഓഫീസർ നിതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ മാനൂരി സ്വദേശി സന്തോഷിനെ അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ടാണ് പരാതി നൽകാനുണ്ടെന്ന് പറഞ്ഞ് സന്തോഷ് നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തിയത്. പരാതി എഴുതി നൽകണമെന്ന് PRO ASI പ്രകാശൻ ആവശ്യപ്പെട്ടപ്പോൾ മദ്യലഹരിയിലായിരുന്ന സന്തോഷ് PROയുടെ മുറിയിലെ കസേരയും മറ്റും വലിച്ചെറിഞ്ഞു. ശബ്ദം കേട്ട് ഓടിയെത്തിയ SI അരുൺമോഹന്റെ കോളറിൽ പിടിക്കുകയും യൂണിഫോമിലെ നെയിം പ്ലേറ്റ് പിടിച്ചുപറിക്കുകയും ആക്രമിക്കുകയും ചെയ്തതായും പോലീസ് പറയുന്നു. തടയാനെത്തിയപ്പോഴാണ് സിവിൽ പോലീസ് ഓഫീസർ നിതീഷിനെയും ആക്രമിച്ചത്. അരുൺമോഹന്റെ കഴുത്തിനും നിതീഷിന്റെ കൈക്കും പരിക്കേറ്റു. മറ്റു പോലീസുകാർ ബലം പ്രയോഗിച്ചാണ് പ്രതിയെ പിടികൂടിയത്. പരിക്കേറ്റ SIയും പോലീസുകാരനും നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ നീലേശ്വരം പോലീസ് കേസെടുത്തു. ചായോത്ത് സ്വദേശിയായ സന്തോഷ് ലോറി ഡ്രൈവറാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് 18 കാസർഗോഡ്. തൃശൂർ പൂരം കളറാക്കാൻ 2.5 ലക്ഷം രൂപ ലോണെടുത്ത യുവാവ് പൂരം കഴിഞ്ഞ് കല്യാണമൊക്കെ സെറ്റാക്കണമെന്ന് വിചാരിച്ചതാണ്. കല്യാണത്തിന് കുറേ പണം വേണമല്ലോ.
അതിന് തൃശൂർ നന്ദിക്കര സ്വദേശി ദീക്ഷിത് കണ്ടെത്തിയ വഴിയാണ് ലഹരി വിൽപ്പന. പൂരത്തിനെത്തുന്നവരെ ലക്ഷ്യമിട്ട് MDMA വിൽക്കാനായിരുന്നു പദ്ധതി. അതിനായി ലോൺ ആപ്പിലൂടെ ലോണെടുത്ത പണവുമായി ബംഗളൂരുവിലേക്ക് പോയി. എന്നാൽ തിരികെ വന്നപ്പോൾ യുവാവിന് പിടിവീണു. ലോൺ ആപ്പ് വഴി 2.5 ലക്ഷം രൂപ സംഘടിപ്പിച്ച് ബംഗളൂരുവിലേക്ക് വണ്ടി കയറിയതാണ് തൃശൂർ നന്ദിക്കര സ്വദേശി ദീക്ഷിത്. നാട്ടിൽ ഡ്രൈവർ പണിയാണ്. 26 വയസ്സായതോടെ വീട്ടിൽ വിവാഹാലോചനയൊക്കെ നടക്കുന്നുണ്ട്. ബംഗളൂരുവിൽ പോയി കുറച്ച് പണമുണ്ടാക്കാനുള്ള വഴിയൊക്കെ നോക്കിയിട്ട് വേണം വിവാഹം കഴിക്കാൻ എന്നാണ് ദീക്ഷിത് കരുതിയത്. അങ്ങനെ ബംഗളൂരുവിലെത്തി 1 കിലോ MDMAയുമായി KSRTC ബസ്സിൽ തൃശൂരിലേക്ക് വരുന്ന വഴി വാളയാർ ടോൾ പ്ലാസയിൽ വെച്ച് എക്സൈസിന്റെ പരിശോധനയിൽ കുടുങ്ങി. എക്സൈസുകാർ ചോദിച്ചപ്പോൾ കേറ്ററിംഗ് പണിയാണെന്നും അരിയാണെന്നുമാണ് മറുപടി പറഞ്ഞത്. പക്ഷേ കവർ തുറന്നു നോക്കിയപ്പോൾ എക്സൈസ് ഞെട്ടി. ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത് 1 കിലോ MDMA. അളവ് കൂടുതലായതിനാൽ എക്സൈസിന്റെ ത്രാസിൽ തൂക്കാൻ കഴിയാത്തതുകൊണ്ട് MDMA സമീപത്തെ കടയിൽ കൊണ്ടുപോയി തൂക്കി നോക്കേണ്ടി വന്നു. തൃശൂർ പൂരത്തിന് വിൽക്കാൻ വേണ്ടി എത്തിച്ചതെന്നാണ് യുവാവിന്റെ മൊഴി. കോയമ്പത്തൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ നിന്നാണ് ലഹരി പിടിച്ചെടുത്തത്. വാളയാർ ടോൾ പ്ലാസയിൽ ടാസ്ക് ഫോഴ്സ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് 18 പാലക്കാട്. സിനിമാ മേഖലയിലേക്ക് ചുവടുവയ്ക്കുന്ന യുവാക്കളിൽ ലഹരി ഉപയോഗവും കൂടുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 3 കിലോ കഞ്ചാവുമായി യുവ സംവിധായകൻ പിടിയിലായ കേസാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തേത്. കോഴിക്കോട് MDMAയുമായി യുവതികളടക്കം 4 പേരാണ് പിടിയിലായത്. മാനേജർ ജോലി ഉപേക്ഷിച്ച് ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങിയ യുവാവും പിടിയിലായ സംഘത്തിലുണ്ട്. മലപ്പുറം മഞ്ചേരിയിൽ 2 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നെയ്യാറ്റിൻകരയിൽ 3 കിലോ കഞ്ചാവുമായാണ് യുവ സംവിധായകൻ നേമം സ്വദേശി അനീഷ് അലി പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇയാളെ എക്സൈസ് സംഘം പിടികൂടിയത്. ചോദ്യം ചെയ്യലിന് ശേഷം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് കണ്ടെടുക്കുകയായിരുന്നു. 4 സിനിമകളുടെ സഹസംവിധായകനായിരുന്ന അനീഷിന്റെ ഒരു ചിത്രം പുറത്തിറങ്ങാനിരിക്കുന്നതായി എക്സൈസ് സംഘം പറഞ്ഞു. കണ്ണൂർ എളയാവൂർ സ്വദേശി അമർ, കതിരൂർ സ്വദേശിനി ആതിര, പയ്യന്നൂർ സ്വദേശിനി വൈഷ്ണവി, കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി വാഹിദ് എന്നിവരെയാണ് കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫ് ടീമും ടൗൺ പോലീസും ചേർന്ന് പിടികൂടിയത്. പ്രതികളിൽ നിന്ന് 27 ഗ്രാം MDMA പിടിച്ചെടുത്തു. ബീച്ച് റോഡിൽ ആകാശവാണിക്ക് സമീപത്ത് നിന്നാണ് കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി 4 പേരെ പോലീസ് പിടികൂടിയത്. പ്രതികൾ കണ്ണൂരിൽ നിന്നും MDMA വിൽപ്പനയ്ക്കെത്തിച്ചതാണെന്ന് പോലീസ് അറിയിച്ചു. 2 കിലോ കഞ്ചാവുമായാണ് ഇതര സംസ്ഥാനക്കാരൻ മഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി റഫീഖുൾ ഷേഖിനെയാണ് തൃക്കലങ്ങോട് വെച്ച് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ചെങ്ങന്നൂർ പിരളശ്ശേരി ഭാഗത്തു നിന്നാണ് 9 ഗ്രാം മെത്താഫിറ്റാമിൻ പിടിച്ചെടുത്തത്. പിരളശ്ശേരി സ്വദേശി 30 വയസ്സുള്ള അഖിൽ പ്രസന്നനെ അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിൽ നിന്ന് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മെത്താഫിറ്റാമിനാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. മുൻപും ലഹരി മരുന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയായ അഖിൽ എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൊച്ചിയിൽ സെലിബ്രിറ്റികൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന സംഘത്തെ കേന്ദ്രീകരിച്ച് ബലപിരിച്ചിരിക്കുകയാണ് എക്സൈസ്. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും ഹൈബ്രിഡ് കഞ്ചാവ് വിതരണം ചെയ്ത കൊച്ചി സ്വദേശിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതേസമയം കേസിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിനെ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. കേസ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ സംവിധായകർക്ക് കഞ്ചാവ് നൽകിയ ആളെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്.
എന്നാൽ ഇയാളിലേക്ക് എത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. സെലിബ്രിറ്റികൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന കണ്ണിയിലെ പ്രധാനിയാണ് ഇയാളെന്നാണ് എക്സൈസ് കണക്കാക്കുന്നത്. വിൽപ്പനക്കാരനെ സംവിധായകർക്ക് പരിചയപ്പെടുത്തിയ ഇടനിലക്കാരനും കൂടുതലായൊന്നും ഇയാളെക്കുറിച്ച് അറിയില്ല. ഇടനിലക്കാരനെ ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമില്ല. കേസിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച സംവിധായകനും ഛായാഗ്രഹനുമായ സമീർ താഹിറിനെ ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കും. സമീറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റ്. കഞ്ചാവ് ഉപയോഗം തനിക്കറിയില്ലായിരുന്നുവെന്നും എന്നാൽ തന്റെ അറിവോടെയാണ് സംവിധായകർ ഫ്ളാറ്റിൽ എത്തിയതെന്നുമാണ് സമീറിന്റെ മൊഴി. സംവിധായകരുടെ അടക്കം കേസിൽ ഇതുവരെ 4 അറസ്റ്റുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. മദ്യസൽക്കാരത്തിനിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും വഴക്കിലും കത്തിക്കുത്തിലും കലാശിക്കാറുണ്ട്. തിരുവനന്തപുരം തൂങ്ങാംപാറയിൽ വിവാഹ സൽക്കാരത്തിനിടെ വിരുന്നിനെത്തിയവർ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു. അതിനിടെ ഉണ്ടായ വഴക്ക് കത്തിക്കുത്തിലാണ് കലാശിച്ചത്. കഴുത്തിന് കുത്തേറ്റ അരുമാനൂർ സ്വദേശി അജീർ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കേസിൽ പ്രതി കണ്ടല സ്വദേശി കണ്ണൻ എന്ന കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൂങ്ങാംപാറ കൃപ ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരത്തിന്റെ ഭാഗമായി നടന്ന മദ്യസൽക്കാരത്തിനിടെ ഉണ്ടായ വഴക്കിനെ തുടർന്നാണ് യുവാവിന് കുത്തേറ്റത്. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ അരുമാനൂർ സ്വദേശി അജീർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴുത്തിലെ മുറിവ് ആഴത്തിലുള്ളതാണെന്നും നില അതീവ ഗുരുതരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. പരിക്കേറ്റ അജീറും പ്രതിയായ കണ്ടല കാട്ടുവിള സ്വദേശി കണ്ണൻ എന്ന കിരണും സുഹൃത്തുക്കളാണ്. മദ്യപിക്കുന്നതിനിടയിൽ ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കണ്ണൻ ബിയർ കുപ്പി കൊണ്ട് അജീറിനെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സൂചന. കുറ്റകൃത്യത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട കണ്ണനെ വിഴിഞ്ഞത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇയാളെ സംഭവം നടന്ന തൂങ്ങാംപാറ കൃപ ഓഡിറ്റോറിയത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. ക്ഷേത്രോത്സവങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ വഴക്കുകൾ പോലും വലിയ ആക്രമണങ്ങൾക്ക് കാരണമാകാറുണ്ട്. കുടിപ്പകയായി മനസ്സിൽ സൂക്ഷിക്കുന്ന ചിലർ കണക്ക് തീർക്കാൻ അതേ ഉത്സവം വരാൻ കാത്തിരിക്കും. കൊല്ലം ഓയൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ കേസിൽ 2 പേർ പോലീസിന്റെ പിടിയിലായി. മുൻ വൈരാഗ്യത്തെ തുടർന്നായിരുന്നു പ്രതികൾ യുവാവിനെ ആക്രമിച്ചത്. കല്ലുവാതുകൽ സ്വദേശി 19 വയസ്സുള്ള സന്തീഷ്, വെളിയന്നൂർ സ്വദേശി 19 വയസ്സുള്ള കണ്ണൻ എന്നിവരാണ് പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. വെളിയന്നൂർ അമ്പലത്തിലെ ഉത്സവത്തിനിടയിലായിരുന്നു സംഘർഷം. പകൽക്കുരു സ്വദേശി 19 വയസ്സുള്ള അനു എന്ന യുവാവിനെയാണ് പ്രതികൾ ക്രൂരമായി ആക്രമിച്ചത്. ഏപ്രിൽ 28-ന് വെളിയന്നൂർ മേജർ ശ്രീരാമസ്വാമി ക്ഷേത്രോത്സവത്തിലെ ഗാനമേള ആസ്വദിക്കാനെത്തിയതായിരുന്നു അനു. സന്തീഷും കണ്ണനും കൂടി അനുവുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അടിവയറ്റിൽ ചവിട്ടുകയും ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം നിലത്തിട്ട് ചവിട്ടുകയും വലിച്ചിഴക്കുകയും ചെയ്തതായാണ് അനുവിന്റെ മൊഴി. ഗുരുതരമായി പരിക്കേറ്റ അനു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കാൻ പാടില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രസ്താവനയും നടത്തരുത്. ആറാട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിക്ക് ഹൈക്കോടതിയുടെ താക്കീതാണിത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ചലച്ചിത്ര നടിമാർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയതിന് അറസ്റ്റിലായ ആറാട്ടണന് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതി താക്കീത് നൽകിയത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നും എന്നാൽ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമല്ലെന്നും കോടതി വ്യക്തമാക്കി. ചലച്ചിത്ര നടിമാരെ അപമാനിച്ചുവെന്ന പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. സന്തോഷ് വർക്കിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നും എന്നാൽ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമല്ലെന്നും നിരീക്ഷിച്ചാണ് ജാമ്യം നൽകിയത്. ഇനി ഇത്തരത്തിലുള്ള സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന കർശന മുന്നറിയിപ്പും നൽകി. സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ച് പ്രസ്താവന നടത്തരുതെന്നും കോടതി താക്കീത് നൽകി.
നടി ഉഷ ഹസീന, ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരുടെ പരാതിയിലാണ് സന്തോഷ് വർക്കിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നാണ് നടിമാർ പരാതിയിൽ ഉന്നയിച്ചത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണ് എന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ പരാമർശം. മുൻപും സാമൂഹിക മാധ്യമങ്ങളിലൂടെ സമാന രീതിയിൽ നടിമാർക്കെതിരെ ഇയാൾ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. സന്തോഷ് വർക്കി സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നിരന്തരം നടത്തുകയാണെന്ന് പരാതിയിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നോർത്ത് പോലീസിന് പുറമെ ആലപ്പുഴ ഡിവൈഎസ്പിക്കും പരാതി ലഭിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. കഞ്ചാവ് പുലിപ്പല്ല് കേസിന് പിന്നാലെ റാപ്പർ വേടൻ ഇപ്പോൾ നാട്ടിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. എന്നാൽ വേടനെ കുടുക്കി ആളാകാൻ നോക്കിയ ഉദ്യോഗസ്ഥർക്ക് പണി ഒന്നൊന്നായി പിന്നാലെയുണ്ട്. പുലിപ്പല്ല് കേസ് വിവാദത്തിൽ വനംവകുപ്പ് റേഞ്ച് ഓഫീസർക്കാണ് ആദ്യം പണി കിട്ടിയത്. കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റി. വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി AK ശശീന്ദ്രൻ വനം മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വിവരിച്ച കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റാനാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ ഉത്തരവിട്ടത്. പ്രതിക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ടെന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത പ്രസ്താവനകൾ അന്വേഷണ മധ്യേ മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തിയത് ശരിയായ അന്വേഷണ രീതിയല്ലെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നു. വകുപ്പ് തല അന്വേഷണത്തിന് വിധേയമായാണ് സ്ഥലം മാറ്റം. പ്രഥമ ദൃഷ്ടിയ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമായി കണ്ടാണ് നടപടി. വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് നിർദ്ദേശം നൽകി. റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്ന് മന്ത്രി അറിയിച്ചു. കേസിൽ വേടനെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റകൃത്യമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. വേടനെതിരെ സമാനമായ കുറ്റകൃത്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. പുലിപ്പല്ല് തിരികെ നൽകാൻ ഒരുങ്ങിയ വനം വകുപ്പിനോട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മതിയെന്നാണ് വേടൻ പറഞ്ഞത്. മൊബൈൽ ഫോണും പുലിപ്പല്ല് അടങ്ങുന്ന മാലയും തിരികെ നൽകിയെങ്കിലും മൊബൈൽ ഫോണും മാലയും മാത്രമാണ് വേടൻ വാങ്ങിയതെന്നാണ് വിവരം. പുലിപ്പല്ല് കൈവശം വെച്ചതിന് വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ റാപ്പർ വേടന് ഏപ്രിൽ 30-നാണ് ജാമ്യം ലഭിച്ചത്. താൻ മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആരാധകർ സമ്മാനിച്ച വസ്തു സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു വേടൻ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. ജാമ്യാപേക്ഷയെ വനംവകുപ്പ് എതിർത്തെങ്കിലും അത് തള്ളിയാണ് കോടതി ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഒരു തീവ്രവാദിയെയോ കൊടും കുറ്റവാളിയെയോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ രാത്രിയിൽ പോലീസിന്റെ നാടകീയ നീക്കം. ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ അറസ്റ്റ്. ഒരു വനിതാ വ്യവസായി നൽകിയ അപകീർത്തി കേസിലാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാഹി സ്വദേശിനി ഗാന വിജയൻ എന്ന യുവതിയുടെ പരാതിയിലായിരുന്നു നടപടി. ഷാജന് കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും പോലീസിന്റെ നടപടി വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്തത് ഭരണഘടനാ ലംഘനമെന്നാണ് ആക്ഷേപം. മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകുന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു. അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നു. വരൂ, എന്നെ ആരെ വിളിക്കാൻ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ് പിണറായി സന്ദ്രേട്ടൻ. ഓൺലൈൻ ചാനലിലെ വാർത്തയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു യുവതിയുടെ പരാതി. സംസ്ഥാന പോലീസ് മേധാവിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും മാസങ്ങൾക്ക് മുമ്പ് യുവതി പരാതി നൽകിയിരുന്നു. പിന്നീട് കോടതിയിൽ രഹസ്യമൊഴിയും നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈബർ പോലീസ് രാത്രി കുടപ്പുരക്കുന്നിലെ വീട്ടിൽ നിന്ന് ഷാജിനെ അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിൽ ഷാജൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. എന്നെ പിടിച്ചോണ്ട് വന്നു, കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വം അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെയും പോരാടും. പിണറായി തുലയട്ടെ. അഴിമതിയുടെ വീരൻ മകൾക്ക് വേണ്ടി
മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഷാജനെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഒരു സംഘം വന്നു, ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു, ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ്, സഹകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല. അത് ഉടുപ്പൊന്നും സാരമില്ല, ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം. അതൊന്നും പറ്റത്തില്ല. മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു. എന്നോട് പറഞ്ഞ് പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. ഒരു പക്ഷേങ്കിൽ പിണറായി ആവണമെന്നില്ല, ഈ DGPയുടെ ഒരു പകയായിരിക്കും. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇവനെ 2 ദിവസം ജയിലിലടയ്ക്കുന്ന അയാളുടെ ഒരു വാശിയാവാം. ഷാജന്റെ അറസ്റ്റിനെതിരെ BJP സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. അറസ്റ്റ് ഭരണഘടനാ ലംഘനമെന്നാണ് BJPയുടെ പരാതി. ഇത് ചൈനയല്ല, ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് ഇന്ത്യയാണ്, ഇത് കേരള നാടാണ്. ഇവിടെ ആരാണെങ്കിലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും അവകാശമുണ്ട്, ഫ്രീ സ്പീച്ചിന്റെ ഒരു അവകാശമുണ്ട്. 9 കൊല്ലം ഒന്നും ചെയ്തില്ലെങ്കിൽ മാധ്യമക്കാർ ഇത് പറയും, നിങ്ങൾ ചെയ്തില്ല എന്ന്. അതിനെ യോജിപ്പിക്കുക, അത് വിയോജിപ്പിക്കുക, അത് മുഖ്യമന്ത്രിയുടെ അവകാശം. പക്ഷേ ഇവിടെ മാധ്യമക്കാർക്കും എല്ലാവർക്കും ഉണ്ട് അവകാശങ്ങൾ. അതിനെ ലംഘിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുന്നു, ഇനി മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് മനസ്സിലാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. അമ്മയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ കള്ളനെ സാഹസികമായി ഓടിച്ചിട്ട് പിടികൂടിയ മകൻ നാട്ടിലിപ്പോൾ ഹീറോയാണ്. പത്തനംതിട്ട എടപ്പാവൂർ സ്വദേശി സന്ദീപാണ് പ്രതികളുടെ ബൈക്കിന് പിന്നാലെ പോയി കള്ളനെ പൊക്കി പോലീസിലേൽപ്പിച്ചത്. എന്നാൽ പ്രതികളിൽ ഒരാൾ മാലയുമായി രക്ഷപ്പെട്ടു. സ്വർണ്ണമാലയുമായി കടന്നു കളഞ്ഞ ശരത്തിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. നീ അവൻ അയ്യത്തോട് മാല കൊടുത്തോണ്ട് അയ്യത്തോട് ചാടിയോ? മാല നീ വണ്ടി ഓടിച്ചു എന്റെ പൊന്നു, നിനക്കൊക്കെ എത്ര വയസ്സുണ്ടോ? എന്നുണ്ട്. പട്ടാഴി സ്വദേശിയായ ആദർശിനെയാണ് രമാദേവിയുടെ മകൻ സന്ദീപ് സാഹസികമായി പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീടിന് സമീപത്തെ റോഡിൽ വെച്ചാണ് 63-കാരി രമാദേവിയുടെ കഴുത്തിൽ കിടന്ന 2 പവന്റെ സ്വർണ്ണമാല പ്രതികൾ ബൈക്കിലെത്തി കവർന്നത്. ഉടൻ തന്നെ രമാദേവി മകനെ ഫോണിൽ വിളിച്ചറിയിച്ചു. ഓട്ടോ ഡ്രൈവറായ മകൻ സന്ദീപ് പ്രതികൾ സഞ്ചരിച്ച ബൈക്കിന് പിന്നാലെ പോയാണ് ആദർശിനെ പിടികൂടിയത്. ഞാൻ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുകയാണ്. സ്റ്റാൻഡിൽ നിന്ന് വന്ന് അന്നേരം ആ വഴി ഇറങ്ങി വരുന്ന സ്കൂട്ടറിന് കുറുക്കിട്ടാണ് പിടിച്ചത്. പ്രതിയെ പിടിച്ചത്. എത്ര പേരുണ്ടായിരുന്നു? വന്നപ്പോൾ ഒരാളെ ഉള്ളായിരുന്നു സ്കൂട്ടറിൽ. പൊട്ടിച്ചാള് ആ കാട് വഴി താഴേക്ക് ഇറങ്ങി ഓടി. ഇതിനിടെ കൂട്ടുപ്രതി ശരത് സ്വർണ്ണമാല കൈക്കലാക്കി ഓടി രക്ഷപ്പെട്ടു. കയ്യോടെ പിടികൂടിയ ആദർശിനെ കോയിപ്പുറം പോലീസിന് കൈമാറി. ക്ഷീരകർഷകയായ രമാദേവിയുടെ ആകെ സമ്പാദ്യമായിരുന്നു കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല. ഞാൻ പഴയ വീട്ടിൽ നിന്ന് പശുവിന് തീറ്റ കൊടുത്തിട്ട് പുതിയ വീട്ടിലോട്ട് പോകാൻ പോയതായിരുന്നു. പോയപ്പോഴായിരുന്നു 6 സമയമായി. അന്നേരം 2 പേര് ബൈക്കിൽ ഇങ്ങോട്ട് വന്നു. ബൈക്ക് അവിടെ നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു സുഭദ്രാമ്മയുടെ വീട് ഏതാ. അപ്പോൾ അവരുടെ വീടിനെ പഠിക്കുന്നത് എന്താന്ന് ഞാൻ ഇങ്ങനെ തിരികെ പോക്കറ്റിൽ നിന്ന് കട്ടെടുത്ത് മാലയ്ക്ക് പിടിച്ചപ്പോൾ ഞാൻ വിളിച്ചു പോയി. എൻ്റെ മാല പൊട്ടിക്കുന്നേ ഓടി വരുന്നു. അന്നേരം അവിടെ ഒരു മോളുണ്ടായിരുന്നു. അവൾ ഓടി വന്നപ്പോഴത്തേക്ക് ഇപ്പം മാലയും കൊണ്ട് താഴ്ചാടി. മാലയുമായി കടന്നു കളഞ്ഞ ശരത്തിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പട്ടാഴിയിലെ വീട്ടിലടക്കം പോലീസ് എത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. ഇടപ്പാവൂർ ഭാഗത്ത് മോഷണം നടത്താൻ സൗകര്യമൊരുക്കിയ പ്രതികളിൽ ഒരാളുടെ പെൺസുഹൃത്തും കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ സാഹസിക യാത്ര. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിലാണ് ട്രാവലറിൽ ഒരു കൂട്ടം യുവാക്കൾ അപകടകരമായ യാത്രയ്ക്ക് മുതിർന്നത്. യുവാക്കൾ വാഹനത്തിൻ്റെ ജനാലകളിൽ കയറിയിരുന്ന് സാഹസിക യാത്രയ്ക്ക് മുതിർന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. വാഹനത്തിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തുന്നവർ വാഹനത്തിൽ സാഹസികതയ്ക്ക് മുതിരുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ
എക്കോ പോയിന്റിലാണ് ട്രാവലറിൽ ഒരു കൂട്ടം യുവാക്കൾ അപകടകരമായി യാത്ര ചെയ്തത്. യുവാക്കൾ വാഹനത്തിന്റെ ജനാലകളിൽ കയറിയിരുന്ന സാഹസിക യാത്രയ്ക്ക് മുതിരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കേരള രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലാണ് യുവാക്കൾ അപകടയാത്ര നടത്തിയത്. ട്രാവലറിന് പിന്നാലെ എത്തിയ വാഹനയാത്രികരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. മധ്യവേനൽ അവധി ആരംഭിച്ച് സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തി തുടങ്ങിയതിനു ശേഷം നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. ജുഡീഷ്യറിയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെടെ 21 ജഡ്ജിമാരുടെ സ്വത്ത് വിവരം പുറത്തുവിട്ടത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് 55 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപമാണുള്ളത്. 120 കോടിയുടെ നിക്ഷേപമുള്ള ജസ്റ്റിസ് KV വിശ്വനാഥനാണ് ഏറ്റവും കൂടുതൽ സ്വത്ത്. 12 ജഡ്ജിമാർ സ്വത്ത് വിവരം പ്രസിദ്ധീകരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 1-ാം തീയതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഫുൾ കോർട്ട് യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ജഡ്ജിമാരുടെ സ്വത്ത് വിവര കണക്കുകൾ സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു തീരുമാനം. സുപ്രീം കോടതിയിലെ 33 ജഡ്ജിമാരിൽ 21 പേരുടെ സ്വത്ത് വിവരങ്ങളാണ് പുറത്തുവിട്ടത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് പുറമെ മെയ് 14-ന് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്ന ജസ്റ്റിസ് BR ഗവായിയുടെ സ്വത്തുവിവരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് 55.25 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപമാണുള്ളത്. PPF-ൽ 1.06 കോടി രൂപയും പ്രൊവിഡന്റ് ഫണ്ടിൽ 1,77,89,000 രൂപയുമുണ്ട്. ജസ്റ്റിസ് BR ഗവായിക്ക് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ പാരമ്പര്യമായി ലഭിച്ച വീടും ഡൽഹിയിലും മുംബൈയിലും ഫ്ളാറ്റുമുണ്ട്. ജനറൽ പ്രൊവിഡന്റ് ഫണ്ടിലും PPF-ലുമായി 42.5 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട്. ജസ്റ്റിസ് KV വിശ്വനാഥനാണ് ജഡ്ജിമാരിൽ സമ്പന്നൻ. അഡീഷണൽ സോളിസിറ്റർ ജനറലും മുതിർന്ന അഭിഭാഷകനുമായിരുന്ന ജസ്റ്റിസ് KV വിശ്വനാഥന് 120 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. 2023-ലാണ് KV വിശ്വനാഥൻ ജഡ്ജിയായി നിയമിതനായത്. 15 വർഷത്തിനിടെ 91 കോടി രൂപ KV വിശ്വനാഥൻ നികുതി അടച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജസ്റ്റിസ് അഭയ് S. ഓക്ക എന്നിവരുടെ സ്വത്തുക്കളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 12 ജസ്റ്റിസുമാർ സ്വത്ത് വിവരം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇവരുടെ ആസ്തി വിവരം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ രാജയ്ക്കും CPM-നും ആശ്വാസം. രാജയ്ക്ക് MLA ആയി തുടരാം. സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ലെന്ന ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി. മണ്ഡലത്തിലെ MLA-യും CPM നേതാവുമായ രാജ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത്. കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന തെരഞ്ഞെടുപ്പ് കേസിലാണ് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചത്. രാജയ്ക്ക് സംവരണത്തിന് യോഗ്യതയുണ്ട്, MLA ആയി തുടരാം. 2023 മാർച്ച് 20-ന് MLA സ്ഥാനം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീം കോടതി റദ്ദാക്കി. മതം മാറി ക്രിസ്തുമതം സ്വീകരിച്ച രാജയ്ക്ക് സംവരണ സീറ്റിൽ മത്സരിക്കാൻ അർഹതയില്ലെന്നായിരുന്നു എതിർകക്ഷി UDF സ്ഥാനാർത്ഥിയായിരുന്ന D. കുമാർ വാദിച്ചത്. അവിടെ എനിക്കെതിരെ വിധി വന്നാൽ പോലും ജനങ്ങളുടെ കോടതിയിൽ രാജ കുറ്റക്കാരൻ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. അത് കൺവെൻറ്റഡ് ക്രിസ്ത്യനാണ്. പട്ടികജാതിക്കാരൻ്റെ ഒരു സംവരണ സീറ്റിൽ മതം മാറിയ ഒരാൾ എങ്ങനെ മത്സരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് രാജ പട്ടികജാതിക്കാരനല്ല എന്നുള്ളതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ജനകോടതിയിൽ ഞാൻ
1992 മതം മാറുകയും ഇപ്പോഴും ക്രിസ്തുമത വിശ്വാസിയായി തുടരുന്നയാളുമാണ് രാജയും കുടുംബാംഗങ്ങളുമെന്നായിരുന്നു ഡി കുമാറിന്റെ വാദം. ഇത് സംബന്ധിച്ച നിരവധി തെളിവുകളും കോടതിയിൽ ഹാജരാക്കി. ഈ തെളിവുകൾ അംഗീകരിച്ചുകൊണ്ടാണ് നേരത്തെ ഹൈക്കോടതി രാജയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്. എന്നാൽ 1940കളിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയ ഹിന്ദു പറയർ വിഭാഗക്കാരാണ് തങ്ങളെന്ന് രാജ സുപ്രീം കോടതിയിൽ വാദിച്ചു. പട്ടികജാതി നിയമം വരുന്നത് 1950കളിലാണ്. തമിഴ്നാട്ടിലെ സംവരണ വിഭാഗക്കാരായിരുന്ന തങ്ങൾക്ക് കേരളത്തിലും ഇതേ അവകാശമുണ്ടെന്നായിരുന്നു വാദം. തന്റെ മുത്തശ്ശി പുഷ്പം കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻസിൽ 1949 ജോലി ചെയ്തിരുന്നതിന്റെ രേഖകളും രാജ സുപ്രീം കോടതിയിൽ ഹാജരാക്കി. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി. എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ടതോടെ സംഘടനാ വെല്ലുവിളി നേരിടുന്ന ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നത് രാജയ്ക്കും CPM-നും ഏറെ ആശ്വാസകരമാണ്. വളരെ സന്തോഷമുണ്ട്. സുപ്രീം കോടതി വിധി ഞങ്ങൾ പ്രതീക്ഷിച്ച വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതിരുന്നതിന് വിജിലൻസിന് കോടതിയുടെ ശകാരം. ഈ മാസം 12-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകി. പട്ടാമ്പി കൊടലൂരിൽ യുവാവ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. കൊടലൂർ സ്വദേശി 21-കാരൻ നവീനാണ് മരിച്ചത്. പാലക്കാട് നഗരത്തിൽ 600 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് പട്ടാമ്പി സ്വദേശികളായ ഇല്യാസ്, ഫഹദ് അലവി എന്നിവർ. കേരളത്തിൽ സർക്കാർ ജോലിയുണ്ടെങ്കിൽ സുഖമായി ഒരു കുടുംബം പോറ്റാൻ കഴിയും. എന്നാൽ ആഡംബര ജീവിതത്തിന് ആ ശമ്പളം മതിയാകില്ല. അതിനായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ വഴിയാണ് കൈക്കൂലി. ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ആവശ്യത്തിന് ഓഫീസിലെത്തിയാൽ പിന്നെ അവനെ കൊള്ളയടിക്കുന്നതാണ് രീതി. കണ്ണൂർ ഇരിട്ടിയിൽ സ്ഥലത്തിൻ്റെ പ്ലാനും സ്കെച്ചും ഉണ്ടാക്കുന്നതിന് വില്ലേജ് ഓഫീസർ വാങ്ങിയത് 15,000 രൂപ കൈക്കൂലിയാണ്. എന്നാൽ പായം സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ബിജു അഗസ്റ്റിനെ വിജിലൻസ് കയ്യോടെ പൊക്കി. സംഭവത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കൈക്കൂലിയിലൂടെ ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച ഉദ്യോഗസ്ഥരോട് ഒന്ന് ചോദിക്കട്ടെ, പാവപ്പെട്ടവരെ ഇങ്ങനെ കൊള്ളയടിച്ചുണ്ടാക്കുന്ന പണം നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് സ്വയം ചിന്തിക്കും. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.